നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരിയിൽ ഹൃദയഭാഗത്ത് സ്ത്രീ വീട്ടിലെത്തി ഒരു വീട്ടമ്മയെ എയർ പിസ്റ്റൽ ഉപയോഗിച്ച് വെടിവെച്ച വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ ചർച്ചയായിരുന്നു. ആരാണ് ആ സ്ത്രീ എന്ന ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. ഇതുവരെയും പോലീസിന് ഒരു തുമ്പും ലഭിക്കാത്ത കേസിൽ എന്താണ് സംഭവിക്കുക എന്നത്, അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് എന്നൊരു ചോദ്യചിഹ്നമായി തന്നെ മാറുകയാണ്. പോലീസ് അടിയുറച്ചു പറയുന്നു കുടുംബവുമായി വൈരാഗ്യം തീർത്ത ആരോ ആണ് വന്നത് എന്ന്. എന്നാൽ കുടുംബം പറയുന്നത് അങ്ങനെ ഒരു വൈരാഗ്യം ആർക്കും ഇല്ല എന്നുമാണ്. കൊറിയർ നൽകാനെന്ന വ്യാജേനെ മുഖം മറച്ചെത്തിയ ആക്രമിക്കായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാവിലെ 8:30, അതായത് ഞായറാഴ്ച രാവിലെ 8:30 പടിഞ്ഞാറേക്കോട്ട പെരുന്താന്നി ചെമ്പകശ്ശേരി പോസ്റ്റ് ഓഫീസ് ലൈൻ CRA 125B പങ്കജിൽ VS ഷിനിക്കാണ് വെടിയേറ്റത്. വലത് കൈപ്പത്തിക്ക് പരിക്കേറ്റ ഷിനിയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ശസ്ത്രക്രിയ നടത്തി പെല്ലറ്റ് പുറത്തെടുത്തിരുന്നു. ആരോഗ്യനില തൃപ്തികരമാണ്. എന്തായാലും ഇതാരാണെന്ന ചോദ്യമാണ് ഇപ്പോഴും അവശേഷിക്കുന്നത്. റിട്ടയർഡ് SP ജോർജ് ജോസഫ് കഴിഞ്ഞ ദിവസം മലയാളി വാർത്ത ഇൻസൈഡിനോട് പ്രതികരിച്ചത് ഇത് ഒരു സ്ത്രീയല്ല, പുരുഷനാകാനുള്ള സാധ്യതയാണ് ഏറെയുള്ളത്. പൊക്കവും വണ്ണവും അതിനനുസരിച്ച് ഉയരവും ഒക്കെ തന്നെയുണ്ട്. ജീൻസാണ് ധരിച്ചിരുന്നത്. അത് കണ്ണ് മാത്രം കാണത്തക്ക വിധത്തിൽ മുഖം മറച്ച നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു ചുരിദാർ, ജീൻസിന്റെ പോലെ തന്നെ ഒരു ചുരിദാർ ടോപ്പാണ് ഇട്ടിരുന്നത്. അതിന് മുകളിലായി ഒരു ഷോൾ വെച്ച് മുഖം മറയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ കോവിഡും പനിയൊക്കെ ആയിരുന്നത് തന്നെ തലസ്ഥാനത്ത് പലയിടങ്ങളിൽ, അല്ലെങ്കിൽ പലരും നമ്മൾ അടക്കമുള്ളവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മാസ്ക് ഇപ്പോഴും ധരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ മുഖം മൂടുന്ന സാഹചര്യമായി. അതുകൊണ്ട് തന്നെ ആർക്കും സംശയം തോന്നിയിരുന്നില്ല. ഗൃഹനാഥൻ വന്നപ്പോൾ ഇല്ല, ആ സ്ത്രീക്ക്, വീട്ടമ്മയ്ക്ക് മാത്രമേ ഈ കൊറിയർ നൽകുകയുള്ളൂ, ഒപ്പിടേണ്ട ഉണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തുകയായിരുന്നു. അതിനുശേഷം ഒപ്പിടാനായി കുഴിഞ്ഞപ്പോഴാണ് പാന്റിന്റെ പോക്കറ്റിൽ കരുതിയിരുന്ന ഈ ഒരു തോക്ക് ഉപയോഗിച്ച്, എയർ ഗൺ ഉപയോഗിച്ച് വെടിവെച്ചത്. നെറ്റിക്ക് നേരെയായിരുന്നു വെടിവെച്ചത്. ഇതിപ്പോൾ ഒരു പിസ്റ്റൽ, അതായത് ഇപ്പോൾ എയർ ഗൺ ആയിരുന്നാൽ പോലും നെറ്റിയിലാണ് വെടിവെച്ചതെങ്കിൽ അതിലെ പെല്ലറ്റ് ഏതായാലും തുളച്ച് തലയോട്ടിക്കകത്ത് കയറുമായിരുന്നു. അത് കൃത്യമായി അറിയാവുന്ന ആരോ ആണ് നെറ്റിയിൽ തന്നെ വെടിവെച്ചത്. എന്നാൽ അത് കുനിഞ്ഞത് കൊണ്ട് മാത്രം അത് രക്ഷപ്പെടുകയായിരുന്നു. അവർ കൈ വെച്ച് തടഞ്ഞപ്പോഴാണ് കൈയിലേക്ക് ഈ ഒരു പെല്ലറ്റ് തുളച്ച് കയറിയത്. എന്തായാലും റിട്ടയർഡ് SP അദ്ദേഹത്തിന്റെ നിരീക്ഷണത്തിൽ അദ്ദേഹം പറയുന്നത് ഒരു സ്ത്രീയല്ല, ഒരു പുരുഷനാകാനുള്ള സാധ്യതയാണ് ഏറെ എന്നാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളൊന്ന് കേൾക്കാം. ആരാണ് ഇവരെ കൊല്ലാൻ വന്നത്? പെല്ലറ്റ്, സാധാരണ പെല്ലറ്റ് എന്ന് പറയുമ്പം അത് റിവോൾവറോ അല്ലെങ്കിൽ പിസ്റ്റളോ അല്ല. അത് ചെറിയ കുട്ടികൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പക്ഷികളെ വെടിവെക്കുന്ന ഒരു ചെറിയ തോക്കാണ്. അതിലാണ് സാധാരണഗതിയിൽ പെല്ലറ്റ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഒരു കൈത്തോക്ക് കൊണ്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ പെല്ലറ്റ് ആണെങ്കിലും ക്ലോസ് റേഞ്ചിൽ നെറ്റിയോട് ചേർന്ന് അടിച്ചാൽ അത് നേരെ ആ പെല്ലറ്റ് നെറ്റി തുളച്ച് അത് ബ്രെയിനിൽ ചെന്ന് പതിക്കും. പെല്ലറ്റ് ഉപയോഗിക്കുന്നതായാലും കൈത്തോക്കായാലും കുട്ടികൾ ഉപയോഗിക്കുന്നതായാലും ശരി, 30 മീറ്റർ എഫക്റ്റീവ് റേഞ്ച് ഉണ്ടാകണം അതിന്. അപ്പോൾ അതുകൊണ്ട് തലയിലെ അല്ലെ നെറ്റിയിലെ വെടി വെച്ചാൽ സ്കള്ള് തുളച്ച് ബ്രെയിനിനകത്ത് ചെന്ന് വീഴും. 3 വെച്ചാൽ അത് മതിയാവും ഒരാൾ മരണപ്പെടാൻ. അപ്പോൾ അങ്ങനെ ഒരു വെടി വെച്ചിരിക്കുന്നത് 2 മിസ് ഫയറായി അവർ ഒപ്പിടുന്ന സമയത്ത് തല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞതായിരിക്കാം. എന്തായാലും 3ാമത്തെ വെടി അവർ തടഞ്ഞു. അത് നെറ്റിക്കിട്ട് കൊടുത്തതാണ്. ആ തടഞ്ഞത് കൊണ്ട് അവരുടെ ജീവൻ രക്ഷപ്പെട്ടു. അന്നേരം തന്നെ ഭാസ്കരൻ നായരും വീട്ടുകാരും ബഹളം വെച്ച് നിലവിളിച്ചു. ഇവർ ഓടി രക്ഷപ്പെട്ടു. ഇതിൻ്റെ മോട്ടീവ് എന്താണ്? വ്യക്തതയില്ല. ഇതുവരെയുള്ള അന്വേഷണത്തിൽ അത് വ്യക്തമായില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സ്ത്രീ പറയണം. അവർക്കാരോടും വൈരാഗ്യമില്ല, കുടുംബക്കാർക്കാരും വൈരാഗ്യമില്ല. അവരുടെ ഭർത്താവ് മാലിയിലാണ്. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് ഇതുവരെ പോലീസ് മനസ്സിലാകുന്നത്. പിന്നെ എന്തിനാണ് ഇത് ചെയ്യുന്നത്? വന്നത് സ്ത്രീയാണോ പുരുഷനാണോ, വേഷം മാറി വന്നതാണൊക്കെ സംശയമാണ്. കാരണം നല്ല ആരോഗ്യമുള്ള സ്ത്രീയാണ്, നല്ല പൊക്കമുണ്ട്, ഇരുണ്ട നിറമാണ്, വേഷം മാറി വന്ന് ജീൻസാണ് ധരിച്ചിരിക്കുന്നത്. പിന്നെ തല മറച്ചിട്ടുണ്ട്, മുഖം മറച്ചിട്ടുണ്ട്, കണ്ണും മൂക്കും മാത്രമേ കാണാൻ ഒക്കുള്ളൂ. ആ റൂട്ട് അവർ വന്ന് നേരത്തെ പരിശോധിച്ചിട്ടുണ്ടാവും, എല്ലാം പരിചയം ഉണ്ടാവും. ആ റൂട്ടിൽ അവരുടെ വാഹനം ഒതുക്കിയിടാൻ പറ്റിയ ഒരു ഇട റൂട്ടിലോട്ട് കയറ്റി ഒതുക്കിയിട്ട് ഇവിടുന്ന് ഓടി ആ വാഹനം ഓടിച്ചു പോയതായിട്ട് പറയാം. അവർ തന്നെ ഓടിച്ചോ ഒറ്റയ്ക്കുള്ള ഓപ്പറേഷനാണോ, ആ വണ്ടിയിൽ വേറെ ആളുണ്ടോ എന്നതിനെപ്പറ്റി വ്യക്തതയില്ല. ആറ്റിങ്ങിലോട്ട് പോയെന്ന് പറഞ്ഞാൽ ദൂരെ സ്ഥലത്തുനിന്ന് വന്നിരിക്കുന്ന പോലെ തോന്നും. ആറ്റിങ്ങ കഴിഞ്ഞ് പോയിട്ടുണ്ടോ ഇല്ലയെന്ന് പോലീസ് ഇനി കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അപ്പം ഇതിനെ സംബന്ധിച്ച് പോലീസിൻ്റെ പ്രാഥമിക അന്വേഷണത്തിൽ എന്തിനാണ് ഈ കൊലപാതക ശ്രമം നടത്തിയത് എന്ന് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പം അവർ ആ വീട്ടിൽ വന്ന് ബെല്ലടിച്ചിരുന്നു രാവിലെ 8 മണിക്ക് 8:30. അന്നേരം ആ ബെല്ലിൽ വന്നയാളുടെ ഫിംഗർ പ്രിൻ്റ്
കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ആ സ്വിച്ചിൽ ഇന്ന് ഫിംഗർ പ്രിൻ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫിംഗർ ഒരു എസ് കൺവിറ്റോ നേരത്തെ ഏതെങ്കിലും ശിക്ഷയുള്ള അല്ലെങ്കിൽ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്ത ഗുണ്ടകൾ ആരെങ്കിലും ആണെങ്കിൽ അത് നമുക്ക് അത് ആരെയാണെന്ന് കണ്ടെത്താൻ കഴിയുള്ളൂ. പക്ഷേ ഒരു പുതുമുഖമാണ് വന്നത് എങ്കിൽ, ഒരു സ്ത്രീയാണ് വന്നത് എങ്കിൽ വിരലടയാളം കൊണ്ട് പ്രയോഗം ഉണ്ടാവില്ല, പോലീസിൻ്റെ ലിസ്റ്റിൽ ആ വിരലടയാളം ഉണ്ടാവില്ല. പക്ഷേ ഇതിൻ്റെ അവരുടെ ഹൈറ്റും പൊക്കവും ഇരുണ്ട നിറവും എല്ലാം കൂടെ പറയുമ്പം ഒരു ഗുണ്ട തന്നെ വേഷം മാറി വന്നതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇതുവരെ എങ്ങും എത്തിയിട്ടില്ല കാര്യങ്ങൾ. അത് ഷിനിയുടെ ഭർത്താവ് മാലിദ്വീപിലാണ്. ഷിനിയുടെ മൊബൈൽ ഫോണിൽ അടുത്ത ദിവസങ്ങളിൽ 2-3 ആഴ്ചത്തെ അല്ലെങ്കിൽ ഒരു മാസത്തെയെങ്കിലും അവരുടെ മൊബൈലിൽ ഏതെങ്കിലും കോൾ വന്നിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ഞായറാഴ്ചയാണ് ഈ സംഭവം. ഞായറാഴ്ച അവർ വീട്ടിൽ തന്നെയുണ്ട്, ജോലിക്ക് പോവില്ല. അതുപോലെ ഞായറാഴ്ച കൊറിയർ വരാനുള്ള സാധ്യതയും വളരെ കുറവാണ്. സാധാരണഗതിയിൽ അത് തിങ്കളാഴ്ചയോ ശനിയാഴ്ചയോ കൊടുക്കും, ഞായറാഴ്ച സാധാരണ കൊടുക്കാറില്ല. അതും സംശയ കാര്യങ്ങളാണ്. എന്തായാലും ഈ ഉപയോഗിച്ച ലിമിറ്റഡായ അവരുടെ വർത്തമാനം അതൊരു ഫീമെയിൽ വോയിസ് ആണോ എന്ന് പോലീസ് നോക്കണം. അല്ലെങ്കിൽ ഒരു ഫീമെയിൽ വോയിസ് ഗുണ്ടകളൊക്കെ സാധാരണഗതി പറയും, അതുമാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും വൺ മാൻ ഷോ ആണോ അതോ കാറിനകത്ത് വേറെ ആളുണ്ടായിരുന്നോ, ഉണ്ടാകാനുള്ള സാധ്യതയാണ് കൂടുതലും. കാറിൻ്റെ ഗ്ലാസ്സിൽ കൂടെ അകത്ത് ആളുണ്ടോ ഇല്ലയോ എന്ന് വ്യക്തമാകുന്നില്ല CCTV ദൃശ്യത്തിൽ എന്ന് പോലീസ് കരുതുന്നു. ഏതായാലും ഈ പടിഞ്ഞാറേക്കോട്ടെ പെരുന്താന്നി പോസ്റ്റ് ഓഫീസ് ലൈനിലെ 120B പങ്കജിൽ VS ഷിനി എന്ന 40 വയസ്സുകാരിയാണ് കൊല്ലാനായിട്ട് ശ്രമിച്ചത്. ഏതായാലും ഇതിൻ്റെ മോട്ടീവ് എന്താണെന്ന് വരും ദിവസങ്ങളിൽ ചിലപ്പം പോലീസ് കണ്ടെത്തിയെന്ന് വരും. ഒരു സ്ത്രീയാണ് വന്നതെങ്കിൽ അത് തെളിയാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. മറ്റൊന്ന്, ഈ കാറ് ഒരു സിൽവർ കളർ ആണ് എന്ന് പറയുന്നെങ്കിലും നമ്പർ ഫോൾസ് ആയതുകൊണ്ട് അതും ലൊക്കേറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും സമയമെടുത്താണേലും വഞ്ചിയൂർ പോലീസ് ഇതിനകത്തുനിന്ന് തീർച്ചയായിട്ടും ഒരു എവിഡൻസ് ചിലപ്പം കൊണ്ടുവരാനുള്ള സാധ്യത കൂടുതലാണ്. ഏതായാലും ഒരാഴ്ചയെങ്കിലും വെയിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഏകദേശം ഇതിനെപ്പറ്റി ഒരു ഐഡിയ പോലീസിനുണ്ടാവൂ എന്ന് ഞാൻ കരുതുന്നു.